ഫെബ്രുവരി 8 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജെറോം എമിലിയാനി, വിശുദ്ധ ഹിഗ്വേ, വിശുദ്ധ ക്വീന്ത, വിശുദ്ധ കുത്മാൻ, വിശുദ്ധ പോൾ, വിശുദ്ധ ലൂയിസ്, വിശുദ്ധ സിറിയാക്കൂസ്, വിശുദ്ധ ഡിയോനീഷ്യസ്, വിശുദ്ധ എമിലിയൻ, വിശുദ്ധ സെബാസ്റ്റ്യൻ. വിശുദ്ധ ജെറോം എമിലിയാനി 1481-1537 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജെറോം എമിലിയാനി ജീവിച്ചിരുന്നത്. വെനീസിലെ ഒരു ഉയർന്ന വർഗഭരണ കുടുംബത്തിലാണ് ജെറോം ജനിച്ചത്. ജെറോമിന് ഏകദേശം 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. ജെറോം സദ്ഗുണത്തിൽ വളരുകയും പഠനം തുടരുകയും ചെയ്തു. മികവ് പുലർത്തുന്ന വ്യക്തിയായിട്ടല്ല, മറിച്ച് സൗഹാർദ്ദപരവും ഉന്മേഷദായകവും ദൃഢമനസ്കനും ഉത്സാഹഭരിതനുമായ വ്യക്തിയായിട്ടായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കൗമാരപ്രായത്തിൽ ജെറോം സൈന്യത്തിൽ ചേർന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അതൊരു പതിവായിരുന്നു. സൈന്യത്തിലായിരിക്കെ സദ്ഗുണത്തിൽ വളരുന്നതിനേക്കാൾ ബഹുമതി നേടുന്നതിലായിരുന്നു ജെറോം കൂടുതൽ താല്പര്യം കാണിച്ചത്. റാങ്കുകളിൽ സ്ഥാനക്കയറ്റം ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു. 25-ാം വയസ്സിൽ കാംബ്രായി ലീഗിന്റെ യുദ്ധത്തിൽ പങ്കെടുത്ത അദ്ദേഹം വെനീസിന് പടിഞ്ഞാറുള്ള കാസ്റ്റൽനുവോ കോട്ടയുടെ കമാൻഡറായി. 1511 അദ്ദേഹത്തിന്റെ നിരവധി സൈനികർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെയും മറ്റു 3 പേരെയും പിടികൂടി ജയിലിൽ അടച്ചു. ആദ്യം തന്റെ അറസ്റ്റ് ഒരു പരാജയമായി ജെറോം മനസ്സിലാക്കി. പക്ഷേ അത് ക്രിസ്തുവിലുള്ള തന്റെ ശാശ്വത വിജയത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് അദ്ദേഹം കരുതിയില്ല. തല മുതൽ കാൽ വരെ ചെങ്ങലയിട്ട് തടവിലാക്കപ്പെട്ടപ്പോൾ തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ജെറോമിന് സമയം ലഭിച്ചു. 1 മാസം മാത്രമേ തടവ് നീണ്ടുനിന്നുള്ളൂവെങ്കിലും അത് ശക്തവും പരിവർത്തനാത്മകവുമായ ഒരു മാസമായിരുന്നു. അവൻ തന്റെ യൗവനത്തിലെ വിശ്വാസത്തിലേക്ക് മടങ്ങി, ക്രിസ്തുവിനോട് ഹൃദയം തുറന്നു. പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലേക്ക് തിരിഞ്ഞു. അവൾ അവനെ മോചിപ്പിച്ചാൽ തന്റെ ജീവിതം മാറ്റി ദൈവഹിതത്തിനായി സ്വയം സമർപ്പിക്കുമെന്ന് അവൻ അവളോട് പ്രതിജ്ഞയെടുത്തു. അസാധാരണമായ അളവിൽ അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിച്ചു. 1511 സെപ്റ്റംബർ 27 വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ജെറോം തന്റെ സെല്ലിൽ ദൈവമാതാവിനെ കണ്ടുമുട്ടിയത്. അവൾ അവന്റെ വാഗ്ദാനം സ്വീകരിച്ചു. അവന്റെ ചങ്ങലകളുടെ താക്കോലുകൾ അവന് നൽകി. തുടർന്ന് കാവൽക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവനെ കോമ്പൗണ്ടിലൂടെയും നഗരത്തിന് പുറത്തേക്കും കൊണ്ടുപോയി. അവളുടെ പ്രചോദനത്താൽ അവൻ ട്രെവീസോ പട്ടണത്തിലേക്ക് നടന്നു. അവിടെ അദ്ദേഹം പള്ളിയിൽ പ്രവേശിച്ചു. ഒരു ഔർലേഡി പ്രതിമയ്ക്ക് മുൻപിൽ സ്വയം അവതരിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതം മാറാൻ തുടങ്ങി. അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജെറോം സൈനിക സേവനത്തിൽ തുടർന്നു. പക്ഷേ പിന്നീട് തന്റെ ലൗകിക അഭിലാഷങ്ങൾ ഉപേക്ഷിച്ച് ദൈവശാസ്ത്രം പഠിക്കുവാൻ തുടങ്ങി. 1526 ആയപ്പോഴേക്കും ജെറോമിന്റെ അമ്മയും 2 സഹോദരന്മാരും മരിച്ചു. സഹോദരന്റെ അനാഥരായ കുടുംബത്തെ പരിപാലിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോഴേക്കും ജെറോമിന് ദാനധർമ്മത്തിനായുള്ള മനസ്സും വന്നു തുടങ്ങി. തടവിലാക്കപ്പെട്ടതുപോലെ ഉപേക്ഷിക്കപ്പെട്ടതും അനാഥരുമായ കുട്ടികളെ പരിപാലിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ജീവിതത്തിലെ കാലഘട്ടത്തെക്കുറിച്ച് ഒരു അടുത്ത സുഹൃത്ത് പിന്നീട് എഴുതി: ദൈവവചനം പലപ്പോഴും കേട്ടുകൊണ്ട് ജെറോം തന്റെ നന്ദികേട് ഓർമ്മിക്കുവാൻ തുടങ്ങി. കർത്താവിനെതിരായ പാപങ്ങൾ അദ്ദേഹം ഓർത്തു. അദ്ദേഹം പലപ്പോഴും കരഞ്ഞു. ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ കാൽക്കൽ തന്റെ ന്യായാധിപനാകാതെ തന്റെ രക്ഷകനാകാൻ അവൻ പ്രാർത്ഥിച്ചു. 1528 വെനീസിൽ കടുത്ത ക്ഷാമവും പ്ലേഗും പടർന്നു. നിരവധി കുട്ടികൾ അനാഥരായി. തന്റെ അനന്തരവന്മാരെ പരിചരിക്കുന്നതിന് പുറമെ ജെറോം മറ്റനാഥരെയും പരിപാലിക്കുവാൻ തുടങ്ങി. സ്വന്തം വരുമാനത്തിൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം നൽകി. സ്നേഹത്താൽ ഊർജ്ജസ്വലനായ അദ്ദേഹം ദരിദ്രരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും രോഗികളെയും അനാഥരെയും അക്ഷീണം പരിചരിച്ചു. മരിച്ചവരുടെ ശരിയായ ശവസംസ്കാരം ഉറപ്പാക്കി. അവരെ പോലും അദ്ദേഹം പരിപാലിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഊഷ്മളവും ഊർജ്ജസ്വലവുമായ വ്യക്തിത്വവും കഷ്ടപ്പെടുന്ന ക്രിസ്തുവിനോടുള്ള വിശ്വാസവും ഭക്തിയും ചേർന്ന് പരിഷ്കൃത വേശ്യകൾക്കായി ആശുപത്രികൾ, അനാഥാലയങ്ങൾ, അഭയകേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിക്കുവാൻ അദ്ദേഹം പ്രാപ്തനായി. 1532 വെനീസിനും മിലാനും ഇടയിലുള്ള ഒരു നഗരമായ സൊമാസ്കയിലേക്ക് ജെറോം താമസം മാറി. 2 പുരോഹിതന്മാരോടൊപ്പം ദരിദ്രരുടെ സേവകരുടെ കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. പിന്നീട് ഓർഡർ ഓഫ് ദി സൊമാസ്കൻ ഫാദേഴ്സ് എന്നത് വിളിക്കപ്പെട്ടു. ഈ പുരോഹിതന്മാർ ദാരിദ്ര്യ ജീവിതത്തിലും ദരിദ്രർക്കും രോഗികൾക്കും പ്രത്യേകിച്ച് അനാഥരായ കുട്ടികൾക്കും വേണ്ടിയുള്ള സേവനത്തിനും സ്വയം സമർപ്പിച്ചിരുന്നു. ജെറോം തന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും സുവിശേഷത്തിന്റെ പൂർണ്ണ ഹൃദയത്തോടെയുള്ള പ്രഘോഷകനായി മാറി. അദ്ദേഹം തന്റെ സഹോദരങ്ങളെയും അവരുടെ വീടുകളെയും വളരെ വൈദഗ്ധ്യത്തോടെ സംഘടിപ്പിച്ചു. പലരും മതം മാറി അവരുടെ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരായി വളർന്നു.
പ്ലേഗ് ബാധിച്ചവരുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി വളരെ വലുതായിരുന്നു. തെരുവീതിയിലും അലഞ്ഞു നടന്നിരുന്ന അനാഥരെ അദ്ദേഹം ആവും വിധം സംരക്ഷിച്ചു. പാതുവായിലും വെറോണയിലും കൂടി അദ്ദേഹം അനാഥശാലകൾ സ്ഥാപിച്ചു. ഒരു മഗ്ദലേന ഭവനവും ഒരു ആശുപത്രിയും അദ്ദേഹം തുടങ്ങി. ഭക്തരായ ചില അൽമായരും വൈദികരും ഈ അനാഥശാലയിൽ താമസിച്ച് അനാഥരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്കായി വിശുദ്ധൻ ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി. അങ്ങനെ ഇന്ന് നിലവിലുള്ള സൊമാഷയിലെ ക്ലെറിക്സ് റെഗുലർ എന്ന സന്യാസ സഭ ഉടലെടുത്തു. രോഗി സന്ദർശനത്തിനിടയ്ക്ക് പകർന്ന വ്യാധി അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചു. 1537 ഫെബ്രുവരി 8 അദ്ദേഹം ദിവംഗതനായത്. 1767 അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. 1928 പിയൂസ് 11 മാർപ്പാപ്പ അദ്ദേഹത്തെ അനാഥരുടെയും പരിത്യക്തരുടെയും കുട്ടികളുടെയും മധ്യസ്ഥനാക്കി. നമുക്ക് ഇന്നിങ്ങനെ ചിന്തിക്കാം. കുടുംബങ്ങളാലും സമൂഹങ്ങളാലും പരിത്യജിക്കപ്പെട്ട് നിരാലംബരായിരിക്കുന്ന വൃദ്ധരുടെയും അനാഥരുടെയും സംഖ്യ വർദ്ധിക്കുകയാണ്. വിശുദ്ധ ജെറോം എമിലിയാനിയെ പോലെ നമുക്കും അവരുടെ മിത്രങ്ങളായി മാറാം. വിശുദ്ധ ജെറോം എമിലിയാനിയെ ലോകത്ത് അനാഥാലയങ്ങളിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും എല്ലാവരും ഉണ്ടായിട്ടും മനസ്സുകൊണ്ട് അനാഥരായവരെയും സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.